എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ ഗൗരവകരവും എന്നാൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മുടെ തൊട്ടയൽപ്പക്കത്തെ രാജ്യമായ ബംഗ്ലാദേശിൽ ഇപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാമ്പത്തികമായി വലിയൊരു തകർച്ചയിലേക്ക് ആ രാജ്യം കൂപ്പുകുത്തുകയാണോ? ഒന്ന് ഭൂപടം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, ബംഗ്ലാദേശിന്റെ 3 വശവും ചുറ്റി നിൽക്കുന്നത് ഇന്ത്യയാണ്. അപ്പോ വെറും ഒരു അയൽക്കാരൻ എന്നതിലുപരി ഭൂമിശാസ്ത്രപരമായി ഇന്ത്യയുടെ ഉള്ളിലിരിക്കുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. 54ഓളം നദികളാണ് ഈ 2 രാജ്യങ്ങൾക്കിടയിലൂടെ ഒഴുകുന്നത്. വായുവും വെള്ളവും പോലെ സ്വാഭാവികമായി നടക്കേണ്ട ഒന്നായിരുന്നു ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ. പക്ഷേ ഇന്ന് ആ സ്വാഭാവികത നഷ്ടപ്പെട്ടിരിക്കുകയാണ്. രാഷ്ട്രീയം അവിടെ സാമ്പത്തിക ശാസ്ത്രത്തിന് മുകളിൽ സ്ഥാനം പിടിച്ചപ്പോൾ, അല്ലെങ്കിൽ അയൽക്കാരനെ പിണക്കി ദൂരെയുള്ളവരെ കൂട്ടുകാരാക്കാൻ ശ്രമിച്ചപ്പോൾ ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭവിച്ച വലിയൊരു വിള്ളലിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇത് വെറും ഒരു രാഷ്ട്രീയ വിശകലനമല്ല, മറിച്ച് തെറ്റായ തീരുമാനങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തെ സാധാരണക്കാരുടെ ജീവിതം വഴിമുട്ടിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണ് ഇത് പറയുന്നത്. ബംഗ്ലാദേശിന്റെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് അവരുടെ ഗാർമെന്റ് വ്യവസായമാണ്. അതായത് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ കയറ്റുമതി. ഏകദേശം $50 ബില്യൺ, അതായത് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ മൂല്യമുള്ള ഒരു വിപണിയാണത്. ലോക പ്രശസ്തമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ തുണിത്തരങ്ങൾ എവിടെയും ഭയങ്കര ഡിമാൻഡാണ്. പക്ഷേ ഈ വ്യവസായം ലാഭകരമായി മുന്നോട്ട് പോകണമെങ്കിൽ അതിനു വേണ്ട അസംസ്കൃത വസ്തുക്കൾ, അതായത് നൂല്, ചായങ്ങൾ, മെഷീനുകൾ, കെമിക്കലുകൾ, ഇതൊക്കെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ലഭിക്കണം. ഇവിടെയാണ് ഇന്ത്യയുടെ പ്രസക്തി. ഇന്ത്യയിൽ നിന്ന് റോഡ് മാർഗം ദിവസങ്ങൾക്കുള്ളിൽ ഈ സാധനങ്ങൾ ബംഗ്ലാദേശിലെ ഫാക്ടറികളിൽ എത്തിക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യയെ മാറ്റി നിർത്തി ഇതേ സാധനങ്ങൾ ചൈനയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചാലോ എന്താണ് ഉണ്ടാവുക? ആഴ്ചകൾ നീളുന്ന കപ്പൽ യാത്രയും വലിയ ഗതാഗത ചെലവും അവിടെ വരും. കണക്കുകൾ പ്രകാരം ചൈനയിൽ നിന്ന് സാധനങ്ങൾ എത്തിക്കുന്നതിനേക്കാൾ 30 മുതൽ 50% വരെ ലാഭമാണ് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നത്. ഫാഷൻ ലോകത്ത് സമയം എന്നത് പണമാണ്. പെട്ടെന്ന് സാധനങ്ങൾ എത്തിച്ച് വസ്ത്രങ്ങൾ നിർമ്മിച്ച് തിരിച്ച് കയറ്റുമതി ചെയ്യണം. ഇന്ത്യയുമായുള്ള ബന്ധം വഷളായതോടെ ബംഗ്ലാദേശ് ദൂരെയുള്ള രാജ്യങ്ങളെ ആശ്രയിക്കാൻ തുടങ്ങി. ഫലം എന്താണ്? ഉൽപാദന ചെലവ് കുത്തനെ കൂടി. ആഗോള വിപണിയിൽ ബംഗ്ലാദേശി വസ്ത്രങ്ങൾക്ക് മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ചെറിയൊരു ലാഭ ശതമാനത്തിൽ ഓടുന്ന ഈ ബിസിനസ്സിൽ 20 മുതൽ 30% അധിക ചെലവ് വരിക എന്ന് പറഞ്ഞാൽ അത് ആ വ്യവസായത്തിന്റെ നട്ടെല്ലൊടിക്കുന്നതിന് തുല്യമാണ്. ഇനി നമുക്ക് ഇതിന്റെ രാഷ്ട്രീയ വശത്തേക്ക് വരാം. കഴിഞ്ഞ കുറെ പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശിലെ ചില രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് BNP, ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയവർ ഇന്ത്യയുമായുള്ള ബന്ധത്തെ സംശയത്തോടെയാണ് കണ്ടിരുന്നത്. ഇന്ത്യ വിരുദ്ധത എന്നത് ഒരു രാഷ്ട്രീയ ആയുധമായി ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ രാഷ്ട്രീയ വാശിക്ക് ആ രാജ്യം നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. ഉദാഹരണത്തിന് തീസ്ത നദീജല കരാർ കൃഷിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നായിരുന്നു. ഈ വിഷയം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നത് ലക്ഷക്കണക്കിന് കർഷകരെയാണ് ബാധിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമാണ് റെയിൽ റോഡ് കണക്ടിവിറ്റി. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ ബംഗ്ലാദേശ് വഴി സൗകര്യം നൽകിയിരുന്നെങ്കിൽ വെറുതെ ഇരുന്നുകൊണ്ട് ട്രാൻസിറ്റ് ഫീസ് ഇനത്തിൽ തന്നെ കോടികൾ ബംഗ്ലാദേശിന് സമ്പാദിക്കാമായിരുന്നു. അഗൗറ, അഗർത്തല റെയിൽ ലിങ്ക് പോലെയുള്ള പദ്ധതികൾ വേഗത്തിൽ നടപ്പാക്കിയിരുന്നു എങ്കിൽ ബംഗ്ലാദേശ് ആ പ്രദേശത്തെ ഒരു വലിയ വ്യാപാര ഹബ്ബായി മാറിയേനെ. പക്ഷേ ഇന്ത്യയെ അകറ്റി നിർത്തി പാകിസ്ഥാനുമായും തുർക്കിയുമായും യൂറോപ്പുമായും ബന്ധം സ്ഥാപിക്കാനാണ് അവർ ശ്രമിച്ചത്. ഇതിനെ തന്ത്രപരമായ സ്വാതന്ത്ര്യം എന്നൊക്കെ വിളിക്കാമെങ്കിലും പ്രായോഗികമായി ഇത് മണ്ടത്തരം തന്നെ ആണെന്ന് നമുക്ക് പറയാം. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയിൽ നിന്ന് കിട്ടിയ നിക്ഷേപങ്ങൾ പലതും പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല. പായറ പോർട്ട് പോലെയുള്ള വമ്പൻ പദ്ധതികൾ ഇന്നും പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. ഇന്ത്യ എന്ന സുരക്ഷാ കവചം ഉപേക്ഷിച്ച് ആഗോള വിപണിയിലെ ചാഞ്ചാട്ടങ്ങൾക്ക് നടുവിൽ ബംഗ്ലാദേശിൽ നിന്ന് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. ഇതിന്റെ പ്രതിസന്ധി അവരെ നന്നായി ബാധിക്കുന്നുണ്ട്. അവിടെ വെറും രാഷ്ട്രീയവും മതവും തലയ്ക്ക് പിടിച്ച പ്രാന്തന്മാരുടെ ലോകമായി മാറിക്കൊണ്ടിരിക്കുന്നു.
ഇതൊക്കെ വലിയ പ്രതിസന്ധിയാണോ അല്ലെങ്കിൽ വലിയ സാമ്പത്തിക കാര്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാധാരണക്കാരന്റെ ആവശ്യമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഈ തെറ്റായ നയങ്ങൾ പോലും വലിയ ഇരകളാവുന്നത് ബംഗ്ലാദേശിലെ സാധാരണക്കാരാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ജഷോർ, ചപ്പായി, നവാബ്ഗഞ്ച് തുടങ്ങിയ അതിർത്തി ജില്ലകളിലെ കർഷകർ അവരുടെ പച്ചക്കറികളും ചണവും വിൽക്കാനായിട്ട് ഏറ്റവും അടുത്തുള്ള വലിയൊരു മാർക്കറ്റ് കൊൽക്കത്തയായിരുന്നു. അതിർത്തികൾ അടയുകയും വ്യാപാര നിയന്ത്രണങ്ങൾ വരികയും ചെയ്തതോടെ അവരുടെ കച്ചവടം സ്വാഭാവികമായിട്ടും പൂട്ടി. രാജ്യത്ത് തൊഴിലില്ലായ്മ 10% മുകളിലേക്ക് ഉയരുകയും ചെയ്തു. ഗ്രാമീണ മേഖലയിൽ ദാരിദ്ര്യം ഇപ്പോഴും 25% അടുത്താണ്. മുഹമ്മദ് യൂനുസിനെ പോലെയുള്ളവർ കൊണ്ടുവന്നിട്ടുള്ള മൈക്രോ ഫിനാൻസ് മോഡലുകൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും അത് രാജ്യത്ത് വലിയ വ്യവസായങ്ങളോ തൊഴിലവസരങ്ങളോ സൃഷ്ടിച്ചില്ല എന്നതാണ് സത്യം. ചെറിയ വായ്പകൾ കൊണ്ട് കുടുംബങ്ങൾ കടക്കെണിയിലായി എന്നതല്ലാതെ നാടിന്റെ ഉൽപാദനക്ഷമത ഒന്നും വലിയ രീതിയിൽ കൂടിയില്ല. ചുരുക്കത്തിൽ ബംഗ്ലാദേശ് ഇന്ന് ഒരു വലിയ വഴിത്തിരിവിലാണ് നിൽക്കുന്നത്. ദൂരെയുള്ള സുഹൃത്തുക്കൾക്കും വൈകാരികമായ പ്രസംഗങ്ങൾക്കും വിശപ്പടക്കാൻ കഴിയില്ലെന്ന് ആ രാജ്യം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സമ്പദ് വ്യവസ്ഥയെ തിരിച്ചുപിടിക്കാനായിട്ട് അവർക്ക് മുന്നിലുള്ള ഏറ്റവും എളുപ്പ വഴി ഇന്ത്യയുമായി ബന്ധം മെച്ചപ്പെടുത്തുക എന്നത് തന്നെയാണ്. സെപ്പ പോലെയുള്ള കരാറുകൾ ഒപ്പുവെക്കുകയും തീസ്ത നദീജല തർക്കങ്ങളിൽ പ്രായോഗികമായ തീരുമാനങ്ങൾ എടുക്കുകയും വേണം. സാർക്ക് പോലെയുള്ള വേദികൾ ഉപയോഗിച്ച് അയൽരാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ വ്യാപാരം എല്ലാം വർദ്ധിപ്പിക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ബംഗ്ലാദേശിന്റെ വികസനം കിടക്കുന്നത് കടലുകൾക്കപ്പുറത്തല്ല, മറിച്ച് തങ്ങളുടെ അതിർത്തിക്ക് തൊട്ടപ്പുറത്താണ്. അയൽക്കാരനെ മാറ്റാൻ കഴിയില്ല എന്ന സത്യം ഉൾക്കൊണ്ട് രാഷ്ട്രീയ പകപോക്കലുകൾ മാറ്റിവെച്ച് സാമ്പത്തിക ലാഭത്തിന് മുൻഗണന നൽകിയാൽ മാത്രമേ ബംഗ്ലാദേശിന് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സാധിക്കൂ. ഇല്ലാത്ത പക്ഷം സ്വയം ഏൽപ്പിക്കുന്ന മുറിവുകളിൽ നിന്ന് ചോര വാർന്ന് ആ സമ്പദ് വ്യവസ്ഥ കൂടുതൽ തളരുകയുള്ളൂ. സാധാരണക്കാരായ പാവം മനുഷ്യരെ കൂട്ടവിചാരണ നടത്തി തല്ലിക്കൊന്നിട്ടൊന്നും ആ രാജ്യം വളരാൻ പോകുന്നില്ല. അതുകൊണ്ട് മതം വളരുന്നു എന്നല്ലാതെ വയറിന്റെ വിശപ്പ് മാറില്ല എന്ന് ബംഗ്ലാദേശികൾ മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. 25 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനെ കൂട്ടമായി വിചാരണ ചെയ്ത് അയാൾ ചെയ്ത തെറ്റാണോ ചെയ്യാത്ത തെറ്റാണോ അല്ലെങ്കിൽ എന്ത് തെറ്റ് അയാൾ ചെയ്തു എന്ന് പോലും അന്വേഷിക്കാതെ ആരോ പറഞ്ഞു എന്ന് പറഞ്ഞ് തല്ലിക്കൊന്ന് കൂട്ടിയിട്ട് കത്തിക്കുമ്പോൾ ഒരു കാര്യം അവർ മനസ്സിലാക്കണം, അവരും നിങ്ങളുടെ നാട്ടിലെ ഒരു മനുഷ്യനാണ്, നിങ്ങളുടെ സഹോദരൻ തന്നെയാണ്. മറ്റൊരു മതത്തിൽ ജനിച്ചുപോയി എന്ന തെറ്റ് മാത്രമേ നിങ്ങൾക്ക് മുമ്പിൽ അയാളെ കാണാൻ സാധിക്കൂ. അയാൾ കാരണം ആ രാജ്യത്ത് ഒരുപാട് പേരുടെ വയറ് നിറഞ്ഞിട്ടുണ്ടാവും. ഒരുപാട് തുണിത്തരങ്ങൾ അത് കാരണം പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ചെറിയ വീതം ലാഭം നിങ്ങളും കൂടി അനുഭവിച്ചതാണ്. ആ പാവം മനുഷ്യന്റെ വീട്ടിലെ അവസ്ഥ കൂടി നമ്മൾ നോക്കണം. നിങ്ങളുടെ മതമല്ല എന്നതല്ലാതെ അയാൾ ചെയ്ത തെറ്റ് എന്താണ്? ഇനിയെങ്കിലും മതഭ്രാന്ത് മാറ്റിവെച്ച് മനുഷ്യരെ മനുഷ്യരായി കണ്ട് മുന്നോട്ട് പോകുന്നതാണ് ബംഗ്ലാകൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഇനിയും മതം പറഞ്ഞു നടന്നാൽ ആ രാജ്യം തന്നെ ചാമ്പലായി പോകും. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.